ഞാൻ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് ബസ്സിൽ കയറുന്നത്. എൻ്റെ ബാക്ക് സ്കൂളിൻ്റെ പർച്ചേസിങ്ങിന് പോവാം കേട്ടോ. നമുക്ക് പോയാലപ്പാ പോവാം. ഞാൻ ബാക്ക് സ്കൂളിൻ്റെ പർച്ചേസിങ്ങിന് വന്നേക്കാണ്. ചുറ്റമാല കേട്ടോ വന്നേക്കാം. പോവാം. പക്ഷെ നമ്മൾ ബാക്ക് ടു സ്കൂളിൻ്റെ പർച്ചേസിങ് കുറച്ച് വൈകിയാണ് ഇറങ്ങിയത്. ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. സെൻറ്റർ സ്ക്വയർ മാളിൽ 25% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ടോ. എന്നാൽ പിന്നെ നമുക്ക് സെൻറ്റർ സ്ക്വയറിലോട്ട് പോയി പർച്ചേസ് ചെയ്യാം. ഒന്നും നോക്കിയില്ല, അനുവിനെ വിളിച്ച് നേരെ സെൻറ്റർ സ്ക്വയറിലോട്ട് പോയി. ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് സ്കൂൾ ബസ് തീമിലായിരുന്നു അവർ ബാക്ക് ടു സ്കൂൾ ഒരു അറേഞ്ച് ചെയ്തത്. 25% ഡിസ്കൗണ്ട് ആയിരുന്നു. നമ്മൾ ചെന്നത് കുറച്ച് വൈകിയതായത് കൊണ്ടിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു. കളർഫുള്ളായിട്ടുള്ള ബാഗ്സ്, ബുക്സ്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ബാക്ക് ടു സ്കൂളിൽ എന്തൊക്കെ വേണം അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. മെർമെയ്ഡിൻ്റെ ബാഗൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ലൈറ്റ് ബ്ലൂ കളർ ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട. പിന്നെ അവളുടെ തീം പറഞ്ഞു വെച്ചത് യൂണിക്കോൺ അല്ലെങ്കിൽ അന്നാൽസ മതി എന്നാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് മെർമെയ്ഡ് അല്ലേ, നമുക്കന്ന് അന്നാൽസ അല്ലെങ്കിൽ യൂണിക്കോൺ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവിടെ ഇവിടെയൊക്കെ നോക്കി വന്നപ്പോൾ ഒരു യൂണിക്കോൺ ബാഗ് കണ്ടു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതും ലൈറ്റ് കളർ, പിന്നെ ഒരു ഡാർക്ക്, പിന്നെ യൂണിക്കോണിൻ്റെ ഡാർക്ക് കളർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കഴിഞ്ഞ വർഷം അതായിരുന്നു ആ കളറെന്നും പറഞ്ഞ് അത് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് സ്മാർട്ട് ബസാറിലോട്ട് പോവാമെന്നും പറഞ്ഞ് സ്മാർട്ട് ബസാറിലോട്ട് പോയി. ഇത് പർച്ചേസിങ് ഇതിൽ കേട്ടോ അമ്മ. അമ്മ സ്മാർട്ട് ബസാറിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴത്തേക്കും മിൽക്ക് ഷേക്കിൻ്റെ സാമ്പിൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അത് കുടിച്ചേക്കാളെന്ന്. ബാക്ക് സെക്ഷൻ്റെയൊക്കെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഓഫറൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര തിരക്ക്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കുറേ നോക്കിയാണ് ഒരു ബാഗ് കിട്ടിയത്. അതും യൂണിക്കോൺ തീം, ഡാർക്ക് കളറും. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ ആ ബാഗ് ബാക്കിലിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് മതി കേട്ടോ എന്നും പറഞ്ഞ് ആ ബാഗ് കൊണ്ടേ ട്രോളിയിലിട്ട് അതും തള്ളിക്കൊണ്ട് പോകണുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അടുത്ത സ്റ്റേഷനറി സെക്ഷൻ നോക്കാമെന്നും പറഞ്ഞ് പോയിട്ട് അവിടെ എന്തോ പാവേനെ കണ്ട് അത് വേണമെന്നും പറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. സ്റ്റേഷനറി സെക്ഷൻ്റെ അവിടെ ചെന്നപ്പോൾ എന്തോക്കെ എടുക്കുക, ട്രോളി ബാഗ് വേണമെന്ന്. ട്രോളി ബാഗ് പറഞ്ഞ വീട്ടിലുണ്ട്, അതുപോലെ അത് വേണമെന്നും പറഞ്ഞ് പിന്നെ എന്തൊക്കെ വലിച്ചു വാരി നോക്കി എന്തൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പെൻസിൽ വേണമെന്നും പറഞ്ഞ് പെൻസിലിൻ്റെ ഒരു ബോക്സ് എടുത്തു. എന്നാൽ പിന്നെ ഇതെടുത്തേക്കാന്ന് പറഞ്ഞാൽ അതെടുത്ത് അതിൻ്റെ ഉള്ളിലിട്ടു. പിന്നെ എന്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പൗച്ച് വേണോട്ടാന്നും പറഞ്ഞായിരുന്നു. പക്ഷെ പൗച്ച് ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് പൗച്ച് മതി എനിക്ക്. അങ്ങനെ കുറേ നോക്കി വന്നപ്പോൾ യൂണിക്കോണിൻ്റെ തീമിൽ തന്നെ പൗച്ചും കിട്ടി. എന്നാൽ പിന്നെ അതെടുത്തേക്കെന്നും പറഞ്ഞ് ഒരു ബ്ലൂ കളർ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. എന്നിട്ടും വേറെ എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. അതവിടെ വെച്ചിട്ട് വേറെ യൂണിക്കോണിൻ്റെ പൗച്ചെടുത്തു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതും കെട്ടിപ്പിടിച്ച് എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതും കൊണ്ടുവന്ന് ട്രോളിയിലിട്ട്. അപ്പം എല്ലാം യൂണിക്കോൺ തീമായിരുന്നു കേട്ടോ. ടിഫിൻ ബോക്സും ബാഗ്, പൗച്ച് എല്ലാം യൂണിക്കോൺ തീം. നമുക്ക് ടട്ടേന്ന് ബോട്ടിലുണ്ട്, അതൊന്ന് നമുക്ക് ബോട്ടിൽ എടുക്കണം. അമ്മ ബോട്ടിൽ മേടിക്കേണ്ടി വന്നില്ല, കാരണം കടയിൽ നിന്നുള്ള ബോട്ടിലുള്ളത് കൊണ്ടിട്ട് നമ്മൾ ബോട്ടിൽ മേടിച്ചില്ലായിരുന്നു. പിന്നെ വേണ്ടത് സ്നാക്സ് ബോക്സ് ആയിരുന്നു. സ്നാക്സ് ബോക്സ് നോക്കി കുറേ നടന്നപ്പോഴത്തേക്കും ദാണ്ട് അടിക്കുന്ന സ്നാക്സ് ബോക്സ്. എന്നാൽ പിന്നെ നമുക്ക് യൂണിക്കോൺ തീം സ്നാക്സ് ബോക്സ് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് കുറേ തപ്പിയിട്ടോ. പക്ഷേ എങ്ങും യൂണിക്കോൺ കണ്ടില്ല. എന്നാൽ ഒന്നും കൂടി തപ്പിയേക്കാന്നും പറഞ്ഞ് കുറേ അവിടെ നിന്ന് ഇവിടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കിയിട്ടൊന്നും കണ്ടില്ല.
കുറേ എത്തി വരിഞ്ഞും ഇതൊക്കെ നോക്കി, പക്ഷെ ഒന്നും അവൾ കണ്ടില്ല. എന്നാൽ പിന്നെ ഞാനും കൂടി കയറി നോക്കിയേക്കാലാന്നും പറഞ്ഞ് ഞാനും കയറി നോക്കി. പക്ഷെ ഞാനും നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. യൂണിക്കോൺ ബേസ്ഡ് ചെയ്തിട്ട് ഒരു ബോക്സ് പോലും ഞാൻ അവിടെ കണ്ടില്ല. അവൾക്ക് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എല്ലാം യൂണിക്കോൺ അല്ലേ, സ്നാക്സ് ബോക്സ് മാത്രം യൂണിക്കോൺ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം. ഫ്രോസൺ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമ്മൾ യൂണിക്കോൺ തീം ആയതുകൊണ്ടിട്ട് ഫ്രോസൺ എടുത്തില്ല. പിന്നെ കുറേ ഞാനും നടന്ന് നോക്കി എന്നപ്പോൾ കുറേ നോക്കിയിട്ടൊന്നും യൂണിക്കോൺ കിട്ടിയില്ല. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഡിസ്നി പ്രിൻസസിൻ്റെ ബോക്സ് കണ്ടു, സ്നാക്സ് ബോക്സ്. എന്നാൽ പിന്നെ അത് മതിയെന്നും പറഞ്ഞെടുത്ത് തുറന്നൊക്കെ നോക്കി, അത് ഇഷ്ടപ്പെട്ടു. നോക്കിയപ്പോൾ അതിൽ ഹാങ്ങിങ് ഉണ്ട് കേട്ടോ. ഹാങ്ങിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹാങ് ചെയ്ത് അടിക്കാമല്ലോ എന്നുള്ള ഇതിലൊക്കെ അതെടുത്തു. എന്നാൽ അത് മതിയെന്നും പറഞ്ഞ് അതും എടുത്ത് ട്രോളിയിലിട്ട് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നോക്കി. പിന്നെ പേഴ്സണലി എനിക്ക് സ്മാർട്ട് ബസാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറൊന്നുമല്ല, അവിടെ ഓഫറില്ലാത്ത ഒരു സെക്ഷനും ഞാൻ കണ്ടില്ല. പിന്നെ നമുക്ക് വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം സ്മാർട്ട് ബസാറിലുണ്ട്. അങ്ങനെ പിന്നെ അടുത്തത് വരുന്നത് ബാർബിയുടെ സെക്ഷനായിരുന്നു കേട്ടോ. കുറേ നേരം കൊണ്ട് പറയുവാണ് ബാർബി വേണം. കുറേ ബാർബി വീട്ടിലുണ്ട്. ഈ അടുത്താണ് നമ്മുടെ അന്വസിൻ്റെ പേരായിട്ടുള്ള ആരുഷിൻ്റെ അമ്മ ബാർബീനെ കൊണ്ട് വന്നത്. ആ ബാർബി അല്ല ഈ ബാർബി എന്നും പറഞ്ഞ് കുറേ നേരം അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അന്വസിൻ്റെ ഫാൻസ് വന്നു, സത്യ ഫാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ എന്തൊക്കെ പറഞ്ഞ് അവരെ നോക്കി. ആൾക്കതൊന്നും അല്ല വേണ്ടി, അവൾക്ക് ആ ബാർബിയാണ് വേണ്ടത്. ആദ്യം ആ ബാർബി എടുത്ത് പിന്നെ അതുകൊണ്ട് വെച്ച് പിന്നെയും കൺഫ്യൂഷനാണ്, അത് വേണോ ഇത് വേണോ എന്നുള്ളത്. എല്ലാം ഒരേപോലെയാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. ആയ ഡ്രസ്സിന് മാത്രം കുറച്ച് മാറ്റം ഞാൻ കണ്ടുള്ളൂ. പിന്നെ അന്വേഷിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ ആ ഒരു പ്രായം. അങ്ങനെ കുറേ നേരം ആ ബാർബിയിൽ തന്നെ നോക്കി. എന്നാൽ ആ ബാർബി വേണ്ട, ഈ ബാർബി മതി എന്നും പറഞ്ഞ് എടുത്ത ബാർബി കൊണ്ട് അവിടെ വെച്ചിട്ട് പിന്നെ അടുത്ത ബാർബിയുമായിട്ട് പോന്ന്. പിന്നെ അതുമെല്ലാം നോക്കി അവസാനം ബുക്ക് റോൾ ചെയ്യാനുള്ള പേപ്പർ നോക്കിപ്പോയി. അങ്ങനെ ബുക്ക് റോൾ ചെയ്യാനുള്ള പേപ്പറും എടുത്ത് എൻ്റെ അമ്മയെന്നും പറഞ്ഞ് എഴുന്നേറ്റ് വരുന്ന കേട്ടോ. അപ്പോഴും കണ്ണു പോകുന്ന ബാർബിയുടെ സെക്ഷനാണ് കേട്ടോ. ഇനി അത് മാറ്റണമെന്നുള്ളൊരു ഇതിൽ നിൽക്കുവാണ്, കൺഫ്യൂഷനാണ്, അത് വേണോ ഇത് വേണോ എന്നുള്ള. പിന്നെ എല്ലാവരെയും നോക്കി നടന്ന് പോവാമെന്നും പറഞ്ഞ് നടക്കുമ്പോഴാണ് വേറെന്തോ പിടിച്ചിട്ടുണ്ട്, അതിലോട്ട് പോവുകയാണ്. അല്ലാ വാന്നും പറഞ്ഞ് ഓടി പോകുന്നുണ്ട്. ആരെയൊക്കെ തട്ടി പോകുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു. ബാക്ക് ടു സ്കൂളും കൂടെ ആയത് കൊണ്ടിട്ട് നല്ല തിരക്ക്, ഒരു രക്ഷയില്ല. കാരണം ഫുള്ള് നല്ല തിരക്കിൻ്റെ ഇടയിൽ കൂടി നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് സൺഡേ സ്കൂൾ തുറക്കുന്ന കൊണ്ടിട്ട് ഒരു ബാഗ് വേണമെന്നും പറഞ്ഞ് എൻ്റെ പേരും പറഞ്ഞ് ഒരു ബാഗ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പറഞ്ഞ് ആ ബാഗ് എടുത്തോന്നും പറഞ്ഞ് ആ ബാഗും എടുത്ത് അതും കൊണ്ടുവന്ന് ട്രോളിയിലിട്ട് അത് നോക്കുന്നുണ്ട്, കൊള്ളാവോ എന്നൊക്കെ നോക്കി അതും കൊണ്ടുവന്നിട്ട് എന്നാൽ പോവാ കഴിഞ്ഞെന്നും പറഞ്ഞ് നേരെ നെടുവർപ്പിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അടുത്തത് നമ്മൾ ട്രോളി ബാഗിൻ്റെ സെക്ഷനിലായിരുന്നു പോയത്. ടാറ്റയും പറഞ്ഞ് ആ ട്രോളിയും വലിച്ച് എങ്ങോട്ടോ നടന്ന് പോയിട്ട് തിരിച്ചതേപോലെ തന്നെ സ്പീഡിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ട്രോളി ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ മേടിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. ആ ട്രോളി അവിടെ കൊണ്ടുവച്ച് എന്നാ പോവാന്നും പറഞ്ഞ് ട്രോളിയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ആ ട്രോളി അവിടെ വെച്ചിട്ട് പോകുന്നു. ആ ട്രോളിന്ന് വിടുന്നില്ല. ആ ട്രോളി വേണമെന്നും പറഞ്ഞായിരുന്നു. പിന്നെ ഒരു ബാഗ് വേണമെന്നും പറഞ്ഞ് ബാഗ് എടുത്തു. അടുത്തത് ട്രോളിയിലാണ് പിടിച്ചത്. അത് കഴിഞ്ഞ് വേറെ ഏതോ ട്രോളിയിൽ പിടിച്ച് അതിൽ ഓഫേഴ്സൊക്കെ ഇട്ടേച്ച് അതൊക്കെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു ട്രോളി ഇരിക്കണം എന്നും പറഞ്ഞാൽ അതും പൊക്കിയെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ ഫ്ലവറിൻ്റെ സെക്ഷനിൽ പോയി ഫ്ലവറൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ലഞ്ച് ബാഗിൻ്റെ സെക്ഷനിലായിരുന്നു കേട്ടോ. ഒരു ലഞ്ച് ബാഗ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിങ്കായിരുന്നു, യൂണിക്കോൺ കിട്ടിയില്ല. ഇത് മതിയെന്നും പറഞ്ഞ് ഒരു ബട്ടർഫ്ലൈയുടെ ലഞ്ച് ബാഗും എടുത്ത് അതും എടുത്തിട്ട് അപ്പോഴും ബാർബി ആയിരുന്നു ലക്ഷ്യം. ബാർബിയും കയ്യിൽ പിടിച്ച് സെപ്പറേറ്റ് എടുത്ത് വെച്ചു. പിന്നെ നമുക്ക്
അടുത്തത് ഞങ്ങൾ പോയി ചോക്ലേറ്റ് സെക്ഷനായിരുന്നു. അന്യൂസിൻ്റെ ഓട്ടം കണ്ടപ്പോൾ തന്നെ അറിയാലോ, ചോക്ലേറ്റ് കണ്ടിട്ടുള്ള ഓട്ടമായിരുന്നു. അന്യൂസ് ഓടിച്ചെന്ന് എന്തൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു, എന്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കിൻഡർ ജോയിയുടെ പാക്കറ്റ് എന്തൊക്കെ നോക്കി വന്ന് എല്ലാം പെറുക്കി പെറുക്കി കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും കിൻഡർ ജോയ് പാക്കറ്റ് എടുത്തു. ഇപ്പോൾ വേറെ ഏതോ പാക്കറ്റ് എടുക്കാനുള്ള പ്ലാനുകളാണ്. ഡയറി മിൽക്ക് വേണം എന്നും പറഞ്ഞ് അത് നോക്കുന്നുണ്ടായിരുന്നു. കുറേ എടുത്ത് ഇട്ടത് കൊണ്ടിട്ട് മമ്മി പറഞ്ഞു ഇനി മതി, ഇനി ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കൂന്ന് പറഞ്ഞിട്ട് അപ്പോഴും അന്നുവിന് ഗാലക്സി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഗാലക്സി എടുത്തിട്ടു. പിന്നെ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കടയിലുള്ള എല്ലാം മേടിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് അവസാനം ഞങ്ങളിങ്ങോട്ട് വേഗം പോന്നു. അന്ന് ഇത് മതിയെന്നും പറഞ്ഞ് എന്തോ വേണ്ടാന്നും പറഞ്ഞ് അത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു. ഒരെണ്ണം മതി കിൻഡർ ജോയ് എന്നും പറഞ്ഞ് കിൻഡർ ജോയുടെ പാക്കറ്റ് കൊണ്ട് ഒരെണ്ണം വെച്ചിട്ടോ. പകരം അവൾ ബൂമർ എടുത്തിട്ടു. ബൂമർ ഇഷ്ടമാണ്. എന്നിട്ട് ആ പാക്കറ്റ് വെക്കാൻ പോയത് ആ പാക്കറ്റ് കയ്യിൽ പിടിച്ചിട്ട് ബൂമർ ഇട്ടിട്ട് ആ പാക്കറ്റ് അതിൽ തന്നെ ഇട്ടിട്ട് പോയി. അടുത്തത് അവൾക്ക് മാൽക്കിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മാൽക്കിസ്റ്റും എടുത്തിട്ട് അന്ന് ഇത് മതി എന്നും പറഞ്ഞ് അടുത്ത സെക്ഷനിലോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കണ്ടത് ഫ്യൂസിൻ്റെ 5 സ്റ്റാറും ഡയറി മിൽക്ക് പെർക്ക് എല്ലാം കൂടി ഒരു ഒറ്റ പാക്കറ്റിൽ വരുന്നത് കണ്ടു. അത് വേണമെന്ന് വെച്ചപ്പോൾ അത് വേണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അത് മിഠായൊന്നും അന്വേഷന് പോരാനിട്ട് ഡയറി മിൽക്കിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ അവിടെ ഇരുന്ന് നോക്കി ഒരു ഡയറി മിൽക്ക് എടുത്തിട്ട് ആ ട്രോളിയിൽ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനത് നൈസായിട്ട് മാറ്റാമെന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോഴാണ് അതവൾ കണ്ട അത് തട്ടിപ്പറിച്ച് കയ്യിൽ നിന്ന് മേടിച്ച് അത് പിന്നെ അതിലിടാൻ നിന്നില്ല. അതും കയ്യിൽ പിടിച്ച് അത് കൈ വിടണേ ഉണ്ടായിരുന്നില്ല. ബില്ലടിക്കുന്ന ടൈമായപ്പോഴാണ് പിന്നെ ഡയറി മിൽക്ക് നമ്മുടെ കയ്യിലോട്ട് തരുന്നത്. അത് നമ്മളെടുത്ത് മാറ്റുമെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കാം. മേ ബി കുറേ മിഠായി മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഡയറി മിൽക്കിൻ്റെ ആവശ്യമില്ലല്ലോ എന്നോർത്താണ് അത് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്കത് വേണമെന്നും പറഞ്ഞ് അത് തന്നെ കയ്യിൽ പിടിച്ച് ക്യൂവിൽ ചെന്നപ്പോൾ ഭയങ്കര ക്യൂ, നല്ല തിരക്കായിരുന്നു. ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി ഞാനിതെല്ലാം സ്മാർട്ട് ബസാറിനാണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാത്താണെങ്കിൽ ഉടനെ വന്നോളൂ സ്മാർട്ട് ബസാർ. ഒരുപാട് ഓഫറുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങിക്കാൻ നല്ല കളക്ഷനുണ്ട്. സ്മാർട്ട് ബസാറിൻ്റെ എല്ലാ ഓഫറുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വേറൊരു ഫാൻസ് വന്നിട്ടോ. പിന്നെ അവളോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എത്രയിലാണ് പഠിക്കുന്നത്, ബാക്ക് ടു സ്കൂളിൻ്റെ പർച്ചേസിന് വന്നതാണോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ബൈ, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അന്വേഷണെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.